രാജ്യാന്തര ചലച്ചിത്രമേള വിശേഷങ്ങൾ. മത്സര വിഭാഗത്തിൽ സഹീർ എന്ന ചിത്രം മോഷ്ടിച്ചതാണെന്ന ആരോപണം. കല്ലമ്പലം സ്വദേശി ശ്രീരാഗാണ് തന്റെ ഹ്രസ്വചിത്രം പകർത്തിയെന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. എന്നാൽ പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് സഹീറിന്റെ സംവിധായകൻ സിദ്ധാർത്ഥ ശിവ പറഞ്ഞു. ശ്രീരാഗിന്റെ മോർണിക്യൂ എന്ന ഹ്രസ്വചിത്രമാണ് സഹീർ എന്ന പേരിൽ ചലച്ചിത്രമാക്കിയിരിക്കുന്നതെന്നാണ് ആരോപണം. ഹ്രസ്വചിത്രം സിനിമയാക്കാൻ കഴിഞ്ഞ മേളയ്ക്കിടെ അതിന്റെ തിരക്കഥ ശ്രീരാഗ് ചലച്ചിത്ര അക്കാദമിയിൽ സമർപ്പിച്ചിരുന്നു. അക്കാദമിയിൽ നിന്ന് തിരക്കഥ മോഷ്ടിക്കപ്പെട്ടതാണെന്നാണ് ആരോപണം. ഇന്നാ കാണാൻ പറ്റിയ എക്സാക്ട് സെയിം ഈച്ച് ആൻഡ് സീൻ, ആ സ്റ്റോറി ഫ്ലോ എല്ലാം സെയിം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇടയ്ക്ക് അവന്റെ ജോലിസ്ഥലം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒഴിച്ചാൽ ബാക്കി എല്ലാം സെയിമാണ്, കൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം. ഇത് 2013 ആദ്യം തന്നെ ഞാൻ ഷോർട്ട് ഫിലിം ഫിനിഷ് ചെയ്തു. എനിക്കത് സിനിമയായിട്ട് എടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ അവർക്ക് പ്രപ്പോസൽ കൊടുത്തത്. അതേസമയം ശ്രീരാഗിന്റെ ഹ്രസ്വചിത്രമോ തിരക്കഥയോ കണ്ടിട്ടില്ലെന്ന് സഹീറിന്റെ സംവിധായകൻ സിദ്ധാർത്ഥ് ശിവ പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപേ മനസ്സിലുണ്ടായിരുന്ന കഥയാണ് സഹീർ. നാടകമാക്കാനായിരുന്നു ആദ്യ പദ്ധതി. മാനക്യൂവിന്റെ വർക്ക് ശ്രീരാഗ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വർക്ക് വേണ്ടി ഞാൻ തിരുവനന്തപുരത്തേക്ക് വരില്ല. ഞാൻ സ്വാഭാവികമായിട്ടും കൊണ്ട് വേറെ എങ്ങോട്ടേലും പോകത്തുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. മോഷ്ടിച്ചതാണോ എന്ന ചോദ്യത്തിന് എനിക്കൊരിക്കലും ഞാൻ മോഷ്ടിച്ചതല്ല എന്ന് പറയാനേ പറ്റത്തുള്ളൂ. കാര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നടൻ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മേളയിൽ സംഘടിപ്പിച്ച സ്ക്രിപ്റ്റ് പിച്ചിംഗ് എന്ന പരിപാടിയിലേക്കാണ് ശ്രീരാഗ് തിരക്കഥ നൽകിയത്. എന്നാൽ അതിനും മാസങ്ങൾക്ക് മുൻപേ സിനിമയുടെ ജോലികൾ തുടങ്ങിയതാണെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.